ഹായ് ഡിയേഴ്സ്, എൻ്റെ പേര് ദിവ്യ. ദിസ് ഈസ് മൈ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ. നൗ ഡേയ്സ് ഒരു 50% ആളുകളും ഫേസ് ചെയ്യുന്നൊരു മെയിൻ പ്രോബ്ലമാണ് ഹെയർ ലോസ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഹോസ്റ്റലേഴ്സ്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ മാറി വരുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, നമ്മുടെ ഡയറ്ററി പാറ്റേൺ, ഇതൊക്കെ ഇതിന് ഒരു ഫാക്ടറാണ്. അപ്പോൾ എൻ്റെ മുടി ഇതുപോലെ കംപ്ലീറ്റ് പോയി പണ്ടാരം അടങ്ങിയിരിക്കുന്ന സമയത്താണ് ഞാൻ വിചാരിച്ചത് ഈ ഹെയർ ഒന്ന് റിക്കവർ ചെയ്യാനുള്ള എന്തെങ്കിലും നാച്ചുറൽ റെമഡീസ് ട്രൈ ചെയ്ത് തുടങ്ങാമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു കരിയർ ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് വീട്ടിൽ വന്ന് നിൽക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായി, ഒരു 1 to 2 months. ആ സമയത്താണ് ഞാൻ എൻ്റെ ഈ പോയ മുടി എങ്ങനെയെങ്കിലും കെയർ ചെയ്ത് കുറച്ചെങ്കിലും ടെക്സ്ചറൊക്കെ ഒന്ന് നോക്കി ശരിയാക്കാമെന്ന് വിചാരിച്ചത്. അപ്പം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഹോംലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെരി ഫസ്റ്റ് ഡേയിൽ ചെമ്പരത്തിയുടെ താളിയായിരുന്നു അപ്ലൈ ചെയ്തിരുന്നത്. ചെമ്പരത്തിയുടെ ഇല അരച്ചിട്ട് അതായിരുന്നു തലയിൽ അപ്ലൈ ചെയ്ത് നന്നായി വാഷ് ഔട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേയിൽ എനിക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കാണാനായിട്ട് പറ്റി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെപ്പോലെ ഒത്തിരി പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും, ടൈം കിട്ടുന്നില്ല, ടൈം മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം നെക്സ്റ്റ് ഡേയിൽ ഞാൻ ഉലുവയാണ് അപ്ലൈ ചെയ്തിരുന്നത്. ഉലുവ ഒരു 6 to 8 hours സോക്ക് ചെയ്ത് വെച്ചിട്ട് അതരച്ചിട്ടായിരുന്നു അപ്ലൈ ചെയ്തിരുന്നത്. അപ്പോഴത്തേനും ഹെയറിൻ്റെ ടെക്സ്ചറൊക്കെ മാറുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. അപ്പം മുൻപ് മുടി ഉണ്ടായിരുന്നു, നമുക്കൊക്കെ ചെറുപ്പത്തിൽ ഒത്തിരി തിക്കായിട്ടുള്ള ഹെയർ ഉണ്ടായിരിക്കും. ആ മുടിയൊക്കെ നമ്മൾ പഠിക്കാനൊക്കെ പോയി വെള്ളമൊക്കെ മാറിക്കുളിച്ച് അങ്ങനെ പോയി കഴിയുമ്പോഴത്തേനും നമുക്ക് പിന്നീട് ഭയങ്കര പലരും ഡിപ്രഷനിലേക്ക് വരെ, അലോപേഷ്യ ലീഡ്സ് ടു ഡിപ്രഷൻ എന്നാണ്. അപ്പോൾ ഡിപ്രഷനിലേക്ക് വരെ പലരും പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെയല്ലായിരുന്നു, ഞാൻ ഭയങ്കര കെയർലെസ് ആയിരുന്നു. എൻ്റെ മുടി പോകുന്നതനുസരിച്ച് ഞാൻ വീണ്ടും നോക്കാതെയായി. ഹെയർ എനിക്കിഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാൻ തുടങ്ങി, സ്ട്രെയിറ്റനിങ് ചെയ്തു. അപ്പം അതനുസരിച്ച് ഹെയർ ലോസ് സംഭവിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ 3rd ഡേയിൽ കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ ചെമ്പരത്തി താളിയും കൂടിയായിരുന്നു തേച്ചിരുന്നത്. അത് ഹെയറിൽ വളരെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇങ്ങനെ കെട്ട് വേണേന്ന് എൻ്റെ മുടി എപ്പോഴും ചട പിടിക്കുമായിരുന്നു. അപ്പോൾ ചട പിടിക്കാതെയായി മുടി പിന്നീട്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ ഇൻസ്റ്റൻറ്റ് റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല. നമ്മളത് ഡെയിലി എന്തെങ്കിലും ചെയ്താൽ മാത്രമാണ് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. പ്രത്യേകിച്ച് നാച്ചുറൽ റെമഡീസിന് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്ത് ഇത് നെക്സ്റ്റ് ഡേയിൽ തന്നെ എനിക്കിതിൻ്റെ റിസൾട്ട് കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടത്തില്ല. അതുകൊണ്ടായിരിക്കാം എല്ലാവരും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കണ്ടീഷണർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എല്ലായിടത്തും നമ്മൾക്ക് ഈ നാച്ചുറൽ റെമഡീസ് യൂസ് ചെയ്യാനുള്ള ഒരു അവൈലബിലിറ്റി ഇല്ല. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ചെമ്പരത്തി താളി, പറഞ്ഞ പോലെ ഉലുവയൊക്കെ മിക്സ് ചെയ്ത് അരച്ച് തേക്കാനുള്ള ബുദ്ധിമുട്ട്, കഞ്ഞിവെള്ളം, ഇതൊന്നും കിട്ടത്തില്ല. വീട്ടിലിരിക്കുന്നവർക്കായിരിക്കും കുറച്ചും കൂടി ഇപ്പം ഞാനിടുന്ന വീഡിയോസ് യൂസ്ഫുള്ള്. അപ്പം എനിക്ക് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി എന്നെപ്പോലെ സ്ട്രഗിൾ ചെയ്യുന്ന ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ ഷോർട്സ് ഇട്ട് തുടങ്ങുന്നത്. പിന്നെ ഇതൊരു ചലഞ്ചായിട്ടായിരുന്നു ഞാനത്, ഹെയർ ഗ്രോത്ത് ചലഞ്ചായിരുന്നു ഞാൻ ചെയ്യുന്നത്. എനിക്കിത് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. കാരണം ഹെയർ കംപ്ലീറ്റ്ലി പോയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എനിക്ക് ഹെയർ ഒന്ന് ടൈ ചെയ്ത് കെട്ടാൻ പോലും പറ്റാത്ത രീതിയിൽ ഹെയർ ലോസ് ആയിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഈ നാച്ചുറൽ റെമഡീസ് ചെയ്തു തുടങ്ങിയപ്പം എൻ്റെ ഹെയർ ലോസ് കുറഞ്ഞെന്ന് മാത്രമല്ല, എനിക്ക് 1-2 എനിക്ക് എണ്ണാൻ പറ്റുന്ന രീതിയിലായി. അപ്പോൾ ഒരു 300 to 400 ഹെയർ ഡെയിലി പോയിക്കൊണ്ടിരുന്ന എൻ്റെ തലയിൽ നിന്ന് ഇപ്പം എനിക്ക് മുടി കാണാൻ പറ്റുന്നുണ്ട്. 1-2 മുടി മാത്രമാണ് കൊഴിയുന്നത്. എത്ര നമ്മൾ ചീവിയാലും അത്രയും മുടി എനിക്ക് കൊഴിയുന്നതായിട്ട് ഫീൽ ചെയ്തുള്ളൂ. പിന്നെ ഡേർട്ട് കാര്യങ്ങളൊക്കെ പോയി തുടങ്ങി. ഹെയറിൽ ഭയങ്കരമായിട്ട് ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഷാമ്പു യൂസ് ചെയ്ത് നന്നായിട്ട് ഡെയിലി ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ, ഡെയിലി അല്ല വീക്ക്ലി ഹെയർ വാഷ് ചെയ്താൽ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലൊരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോഴത്തെ ഒരു ടൈമിൽ, അതായത് ചൂടൊക്കെയുള്ള സമയത്ത് നമ്മൾ എല്ലാവരും പറയുന്നത് പോലെ ഡെയിലി ഹെയർ വാഷ് ചെയ്യരുത്, വീക്ക്ലി വൺസ്, വീക്ക്ലി ട്വൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഡേർട്ടും ഡാൻഡ്രഫും വീണ്ടും കൂടും. അപ്പം ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മുടെ ഹെയർ വാഷ് പാറ്റേൺ നമ്മൾ മാറ്റണം. ഇപ്പം നല്ല മഴക്കാലത്താണ്, പൊടിയൊന്നും ഇല്ലാത്ത സമയമാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യുന്നത് മണ്ടത്തരമാണ്. അപ്പോൾ പണ്ട് മുതലേ നാച്ചുറൽ റെമഡീസ് ചെയ്തിട്ട് ഹെയർ ലോസൊക്കെ പ്രിവെൻറ്റ് ചെയ്ത് നല്ല ഹെയർ ഒക്കെ ഉള്ളവർ ഞാൻ ഫോളോ ചെയ്യുന്ന ഈ കാര്യം ഒരിക്കലും ഫോളോ ചെയ്യാൻ പാടില്ല. അപ്പം എന്നെപ്പോലെ ആരെങ്കിലും കെയർലെസ് ആണ്, അവർക്ക് നോക്കാൻ സമയമില്ല, ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, എന്താണ് അപ്ലൈ ചെയ്യണമെന്ന് അറിയത്തില്ല, അങ്ങനെയൊക്കെ ഉള്ളവർ എൻ്റെ ഷോർട്സ് കണ്ടിട്ട് അത് ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു 50% ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇതെനിക്കൊരു കോൺഫിഡൻ്റ് ഉള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീട്ടിൽ അമ്മയ്ക്ക് നല്ല മുടിയുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഇതെല്ലാം അപ്ലൈ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ ചെറുപ്പം മുതലേ മൈലാഞ്ചി, ഇതുപോലെ കയ്യൂന്നി, ഈ സാധനങ്ങളൊക്കെ അരച്ച് തേക്കാനും എണ്ണ കാച്ചാനൊക്കെ അമ്മയ്ക്ക് വളരെ താല്പര്യമുള്ളൊരു കൂട്ടത്തിലായിരുന്നു. അപ്പം അമ്മയ്ക്ക് അതനുസരിച്ച് ഹെയർ ഗ്രോത്ത് ആവുന്നത് ഞങ്ങൾ കണ്ടതുകൊണ്ട് തന്നെ എനിക്കിതിലൊരു കോൺഫിഡൻറ്റും
ഒരു 90% വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഷാംപൂയിങ് അമ്മ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഷാംപൂയിങ് ഇന്നത്തെ കാലത്ത് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഷാംപൂ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് ഡെയിലി അല്ല, വീക്കിലി ഒരു 3 ഡേയ്സൊക്കെ ഷാംപൂ ഇട്ട് നന്നായിട്ട് ഹെയർ വാഷ് ചെയ്ത് ഈവൻ നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ കണ്ടീഷണർ യൂസ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഇപ്പം വീട്ടിലിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ എപ്പോഴും എല്ലാ ദിവസവും കണ്ടീഷണർ യൂസ് ചെയ്യേണ്ട. താളിക്കൊക്കെ ആണെങ്കിലും ചെമ്പരത്തി താളിക്ക് കണ്ടീഷണറിൻ്റെ അതേ ബെനിഫിറ്റ്സ് ആണുള്ളത്. അപ്പം ഞാനിപ്പം താളി അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഷാംപൂയിങ്ങിന് ശേഷം കണ്ടീഷണർ യൂസ് ചെയ്യാറില്ല. വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഹെയർ മസാജ് ചെയ്യുന്നത് ഹെയർ ഗ്രോത്തിന് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെ എനിക്കിതിൻ്റെ ബെനിഫിറ്റ്സ് കംപ്ലീറ്റ്ലി മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ വീട്ടിൽ വന്നപ്പം ആട്ടിയ വെളിച്ചെണ്ണയൊക്കെ യൂസ് ചെയ്ത് എനിക്ക് ഹെഡ് മസാജൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യാറുണ്ട്. ആ സമയത്ത് എനിക്ക് ന്യൂ ഹെയർ ഗ്രോത്ത് ആവുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണയുടെ ഇമ്പോർട്ടൻസിനെ പറ്റി പറഞ്ഞത്. അപ്പോൾ ഇതെൻ്റെ ഒരു ചലഞ്ച് ആയതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി ചെയ്യുന്ന ഹെയർ കെയർ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ള പലരുടെ ഒരു ഡൗട്ടായിരിക്കും കോമ്പ് വെച്ചിട്ട് എന്തിനാണ് ഹെയർ വാഷ് ചെയ്യുന്നതെന്നുള്ളത്. പക്ഷേ സോഫ്റ്റ് ടീത്ത് ആയിട്ടുള്ള കോമ്പ് വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിന് പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും വരത്തില്ല. അത് സ്ട്രോങ് ആയിട്ടല്ല, കുറച്ച് ജെൻറ്റലി വാഷ് ചെയ്യണം. എന്നാൽ ഡേർട്ട്സും കാര്യങ്ങളും ഡാൻഡ്രഫൊക്കെ നമ്മൾ നഖം വെച്ച് അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ട് വാഷ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് ആയിരിക്കും സോഫ്റ്റ് ടീത്ത് ആയിട്ടുള്ള കോമ്പ് വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ കുറച്ചും കൂടി നാച്ചുറലായിട്ട് എന്തെങ്കിലും അരകല്ലോ അരയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മിക്സിയിൽ ഈ സംഭവങ്ങളൊക്കെ അരയ്ക്കുന്നതും അവോയ്ഡ് ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള പച്ചിലകളൊക്കെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ മിക്സിയിൽ അരയ്ക്കുന്നത്. പിന്നെ നമ്മൾ അരിച്ചുപയോഗിക്കാനുള്ളവർക്ക് അരിച്ചുപയോഗിക്കാം. അത് കുറച്ചും കൂടി വാഷ് ചെയ്യുമ്പം പോകാനൊക്കെ എളുപ്പമാണ്. അരിപ്പയിലോ അല്ലെങ്കിൽ നല്ല തുണിയിലോ ഒക്കെ അരിച്ചിട്ട് ഇതുപോലെയുള്ള താളി, മൈലാഞ്ചി, കയ്യൂന്നി ഇതൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഒന്ന് അരിച്ചതിന് ശേഷം തലയിൽ തേച്ചാലും അത് കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഹെയർ കെയറിന് വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ഒരു 1 to 2 hours ഒന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ്സിൻ്റെ കാര്യമേ ഉള്ളൂ. പിന്നെ നമ്മളെന്തെങ്കിലും പച്ച ഇലകളൊക്കെ നമ്മൾ അരച്ച് വെച്ചിട്ടാണെങ്കിൽ അത് നമുക്ക് നെക്സ്റ്റ് ഡേയിലേക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു പാർഷ്യലി റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്തതിന് ശേഷം അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും എന്നെനിക്ക് പറയാൻ പറ്റില്ല. ഇതൊരു പാർഷ്യൽ ഇഫക്റ്റേ ഉണ്ടാവത്തുള്ളൂ. നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ മാറും, സോഫ്റ്റ് ആവും, പുതിയ പുതിയ മുടികൾ വരും. അപ്പം ഡെയിലി ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമാണ് ഒരു റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ day 8 ആയിരുന്നു. സോ ടുഡേ വി ഡോണ്ട് വാണ്ട് ടു അപ്ലൈ എനിത്തിങ് ഓൺ ഹെയർ. 1 day നമ്മൾ സ്കാൽപ്പിനും മുടിക്കും റെസ്റ്റ് കൊടുക്കണം. അപ്പം നമ്മൾ ഇന്ന് നന്നായിട്ട് ചീവി കെട്ടി നമ്മുടെ രീതിക്കനുസരിച്ച് മുടി കെട്ടി വെച്ചാൽ മതി. ഒന്നെങ്കിൽ പിന്നിടുക, അല്ലെങ്കിൽ നന്നായിട്ട് ടൈ ചെയ്ത് പുട്ടപ്പ് ചെയ്ത് വെക്കുക. ചിലരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നത് ചിന്തിക്കുന്നുണ്ടാവും ഇത്ര മുടി ഒന്നുമില്ല, എന്തിനാണ് ഇത്രയും മുടിയെ പറ്റി സംസാരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ചലഞ്ചിൻ്റെ ഭാഗമായതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ വെച്ചിട്ടാണ് എല്ലാവർക്കും പറഞ്ഞു തരുന്നത്. പിന്നെ ഇത് പറഞ്ഞു തരുന്നത് നന്നായിട്ട് മുടി കെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒത്തിരി തിക്ക് ഹെയർ, ലോങ് ഹെയർ ഉള്ളവർക്കല്ല. മുടി ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന കാര്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നെക്സ്റ്റ് ഡേയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.